എന്തായാലും ഒരുപാട് ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. വിനോദ്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ വിനോദിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ നമുക്കൊപ്പം അതിഥികൾ ചേരുകയാണ്. ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ മന്ത്രി പോലീസിനെ അഭിനന്ദിക്കുന്നത് നമ്മൾ കേട്ടു. ഒരു ആശ്വാസ വാർത്ത വരുന്നു. പോലീസ് പല വിധത്തിൽ സംഘങ്ങളായി തിരിഞ്ഞ് സാധ്യമായ എല്ലാ വഴിയിലൂടെയും അന്വേഷണം നടത്തിയിരുന്നു. പോലീസിന്റെ ആ പഴുതടച്ച അന്വേഷണമാണോ ഇങ്ങനെ ഒരു ശുഭപര്യവസാനം ഇതിന് നൽകിയത് എന്നാണോ താങ്കൾ കരുതുന്നത്? എങ്ങനെയാണ് ഈ സംഭവത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ആദ്യമായിട്ട് കുട്ടിയെ ജീവനോട് കിട്ടിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആ കുട്ടിയെ കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിക്കട്ടെ. അതിനകത്ത് എന്തെങ്കിലും ഫോറൻസിക് ആസ്പെക്ട് ഉണ്ടെങ്കിൽ ഫോറൻസിക് ഡോക്ടർ പറയണം. നമ്മുടെ രാജ്യത്തെ നിയമം കൊച്ചുകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നുള്ളതാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി കുട്ടിയെ കാണാതെ പോയി പോലീസ് ഇപ്പം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. അത് ഡ്രോൺസ് വരെ ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഇപ്പം ഞാൻ ഈ ചർച്ചയിൽ തന്നെ കേട്ടാണ് 500 മീറ്റർ അകലെ ആണ് കണ്ടതെന്ന്. അപ്പോൾ ഈ പറയുന്ന സെർച്ച് എന്ന് പറഞ്ഞതിന് എന്ത് സയന്റിഫിക് സെൻസ് ആണുള്ളത്? സെർച്ചിനകത്ത് 4 മെത്തേഡായിട്ടാണ് പറയുന്നത് സയന്റിഫിക് ആയിട്ട്. 1 സ്പൈറൽ, 2 സ്ട്രിപ്പ്, 3 വീൽ, 4 പോയിന്റ് അല്ല, പിന്നെ ഗ്രിഡും സോണും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഓരോന്നിനെ ഓരോ സെക്ടറായിട്ട് ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ 17 മണിക്കൂറൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 500 മീറ്റർ അപ്പുറത്തുള്ളത് ഇതാരും കവർ ചെയ്തില്ലേ? പിന്നിപ്പോൾ ചർച്ച കേട്ട കാര്യമാണ് ചാക്കിനകത്തെങ്ങാണ്ട് കണ്ടു എന്ന് പറയുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും 2 വയസ്സുള്ള ഒരു കുഞ്ഞ് ചാക്കിനകത്ത് പിന്നെ എങ്ങനെ കയറി 500 മീറ്റർ അവര് കിടന്നിടത്തുനിന്ന് 500 മീറ്റർ അപ്പുറത്ത് ചാക്കിനകത്ത് കയറി കിടന്നു എന്നുള്ളതൊക്കെ പോലീസ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. തീർത്തും ദുഃഖകരമാണ്. ഇവിടെ ഏറ്റവും പ്രമാദമായത് 1994 കോട്ടയം നാഗമ്പടം റെയിൽവേ സ്റ്റേഷനകത്ത് മാതാപിതാക്കളോട്, അത് പാവപ്പെട്ടവരാണ്, നാടോടിക്കാരാണ്, അതിനോട് കിടന്ന ശശികല എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ടുപോയി 30 വർഷം മുമ്പ് അതിനെ സെക്ഷൽ അബ്യൂസിന് വിധേയമാക്കിക്കൊണ്ട് അതിനെ കൊന്നു. അപ്പം ഞാൻ യാദൃശ്യമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു കേസുമായിട്ട് പോയപ്പോൾ ആ കേസ് ചെയ്തത് പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള സാറാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ കുട്ടിയുടെ വജൈനൽ ഓപ്പണിങ്ങും ആനൽ ഓപ്പണിങ്ങും ഒന്നായി. എന്നിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ക്യാൻ എ മാൻ ബി സോ ക്രൂവൽ? അതെന്നും പ്രസക്തമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പാഠം പഠിച്ചില്ല. നമ്മളെങ്ങനെ ഇത്തരത്തിലുള്ള പാവങ്ങൾ കിടക്കുന്നിടത്ത് ഒരു എഫക്റ്റീവ് പോലീസിങ് നടത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ നമ്മൾ കണ്ടു ആലുവയിലെ കുട്ടിയെ, അതിന് ഡെഡ് ബോഡി കിട്ടി. പിന്നെ അവിടെ തന്നെ പിന്നെ ഒരു വയലൻസ് ഉണ്ടായി, ട്രിവാൻഡ്രത്തുകാരൻ ഒരാൾ ചെയ്തത്. പിന്നെ നമ്മൾ കാണുന്നത് ഓയൂർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അത് തട്ടിക്കൊണ്ടുപോയി ചാർജ് ഷീറ്റൊക്കെ കൊടുത്തെങ്കിലും അതിനകത്തൊരു പ്രസക്തമായ ചോദ്യം നിൽപ്പുണ്ട്. ഈ കുട്ടിയെ പുറത്തുനിന്ന് പിടിച്ചത് പിന്നെ അതിലെ പുരുഷ പ്രതിയാണ്. സാധാരണഗതിയിൽ ഒരു കുട്ടിയെ പിടിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് വേണ്ടേ? ഈ പിടിച്ചോണ്ട് വരുന്നതിനിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിടിക്കാൻ പോകുന്ന ഒരു സാധാരണഗതിയിൽ ഓടിക്കയറാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അത് ഒരു ചർച്ചയിലും ഞാൻ കേട്ടില്ല. ഇനി ആ സ്ത്രീകൾ, ആ കേസിലെ പ്രതികളായ ആളുടെ ഭാര്യയും മകളും വല്ലതും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു എന്നൊന്നും കേട്ടില്ല. അപ്പം ഇവിടെയൊക്കെ എന്തൊക്കെയോ ജനങ്ങളുടെ മനസ്സിൽ സംശയം വരുന്ന രീതിയിൽ പോലീസ് അന്വേഷണത്തിന് കൃത്യതയില്ല. There should be more transparency and more accountability in investigation. നമുക്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം 2 ഇടത്താണ് പോലീസ് ആൻസറബിൾ. 1 ബിഫോർ കോർട്ട് ഓഫ് ലോ, 2 പൊതുസമൂഹത്തിൻ്റെ. കാരണം IG അംഗോപാലൻ സാർ, ഞാൻ പലപ്പോഴും പറയുന്നതാണ്, IG അംഗോപാലൻ സാറിൻ്റെ എ മെസ്സേജ് ടു മെമ്പേഴ്സ് ഓഫ് ദ പോലീസ് അത് പറയുന്നുണ്ട്, നമ്മൾ ടാക്സ് പേയേഴ്സിൻ്റെ മണി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വി ആർ ബീങ് ഫെഡ് ബൈ ദ മണി ഓഫ് ദ ടാക്സ് പേയേഴ്സ്. അപ്പൊ ആ ഉത്തരവാദിത്വം കൊണ്ട് സമൂഹത്തിനോടും നമ്മൾ ഉത്തരവാദിത്വം പറയണം. പിന്നെ